പ്രൊഡ്യൂസർ അസോസിയേഷൻ കുറച്ച് കൺസേൺസ് പറഞ്ഞായിരുന്നു, ലൈക് ബഡ്ജറ്റ് കൂടുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ മൂവി ഇത്ര ആവും ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവർ പറയുന്നതിനകത്ത് അർത്ഥമുണ്ട്, അവർ പറയുന്നതിനകത്തും കാര്യമുണ്ട്. കാരണം അത് അവരുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന അവരുടെ ഫീലിംഗാണ് അവർ പറയുന്നത്. അത് അവരുടെ അവകാശമാണ്, അവർക്ക് പറയാനുള്ള കാര്യം. അവരുടെ മെമ്പേഴ്സിനകത്തേക്ക് നഷ്ടം ഉണ്ടാകുമ്പോൾ അവരെ പറ്റി പറയുന്ന അവരുടെ കൺസേൺസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് ആ അസോസിയേഷൻ. പ്രൊഡ്യൂസേഴ്സിൻ്റെ കൺസേൺസ് പറയാൻ വേണ്ടിയാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷൻ. അവരുടെ ജോലി അതാണ്. അപ്പോൾ സുരേഷ് കുമാർ അവരുടെ കൺസേൺസ് പറഞ്ഞെന്ന് വരും, അതിനകത്ത് എന്താ തെറ്റിരിക്കണേ? അത് അവരുടെ പ്രശ്നങ്ങളാണ്. പിന്നെ അവരുടെ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന തെറ്റുകളെ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് ആരുടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് അതിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വന്നിട്ടുള്ളതിനൊരു ഉത്തരം കണ്ടെത്തുക എന്നുള്ളത് അത് വേറൊരു വിഷയം. പക്ഷേ കൺസേൺസുകൾ പറഞ്ഞെന്നിരിക്കും, അത് പറയണം. അതിനുവേണ്ടിയല്ല അസോസിയേഷൻ. നമ്മുടെ ഒരു കൺസേൺസ് പറയാനല്ലേ ഒരു അസോസിയേഷൻ, അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതിനകത്തേക്ക് പിന്നെ ഏറ്റവും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിവുണ്ടോ ഇല്ലയോ. അത് എനിക്ക് കൂടുതലും അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ജഡ്ജ് ചെയ്യാനില്ല. പക്ഷേ അറിവില്ലാതെ വന്നാൽ ആപത്ത് സംഭവിക്കും, അതെനിക്ക് പറയാൻ പറ്റും. സിനിമയെക്കുറിച്ചൊരു ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ അബദ്ധം പറ്റും, അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നത്. കാരണം ഏത് തൊഴിലും എനിക്ക് സൈക്കിളിലോട്ട് അറിയാതെ ഞാൻ സൈക്കിൾ കയറിയിട്ട് ഈ ട്രാഫിക്കിലേക്ക് ചവിട്ടാൻ പോയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതിപ്പോൾ ഏത് തൊഴിലും എങ്ങനെയല്ലേ, എന്തിനും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ എന്തിനെക്കുറിച്ചിട്ടും പഠിക്കാതെ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു സംഭവത്തിനകത്തേക്കുണ്ടോ? നമ്മൾ ട്രെയിനിങ് ആയിട്ടല്ലേ കയറണേ. നിങ്ങളിപ്പോൾ ഈ പറയുന്ന എല്ലാ തൊഴിലിലേക്കും നിങ്ങൾ വന്ന് നിങ്ങൾ പഠിച്ചിട്ടായിരിക്കും വന്നത്. ഇപ്പോൾ ഓരോരുത്തരും ഇതിനകത്ത് ഇരിക്കുന്നവർ വന്നിട്ട് ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ആരുടെയും കൂടി അസിസ്റ്റൻ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും. പക്ഷേ അതിന് ശേഷം നിങ്ങൾ വന്നു പറഞ്ഞാൽ തന്നെ നിങ്ങൾ മാസ്റ്ററായിട്ടല്ലല്ലോ പ്രവർത്തിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ ഒരാളുടെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറുമോ? അതെന്തിനാ? പരിചയം ഉണ്ടാവാൻ. അപ്പം പരിചയസമ്പത്തും കൂടി ഇതിൻ്റെ അകത്ത് ഒരു ആവശ്യമാണ് ഏത് തൊഴിലിനും ഏത് കാര്യങ്ങൾ ചെയ്യാനായിട്ടും. ആ പരിചയമില്ലായ്മയിൽ ചിലപ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ റെക്ടിഫൈ ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തണം. അതാണ് അതിൻ്റെ ആവശ്യം, അതല്ലേ? അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണേ. അല്ലേ? ഞാൻ ചോദിക്കണതിൽ ഞാൻ പറയുന്നതിന് മാത്രം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കരുത്. യു ഷുഡ് ക്വസ്റ്റ്യൻ മീ. ഞാൻ എൻ്റെ ഐഡിയയിലുള്ളതും എൻ്റെ ധാരണയല്ലേ ഞാൻ പറയണേ. എനിക്കും തിരുത്താം നിങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാൽ. പറയൂ. പലപ്പോഴും ഈ പ്രൊഡ്യൂസേഴ്സ് മൂവി ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മൂവി ഇപ്പത്തെ ഒരു ട്രെൻഡാണ് കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്യണം, തിയേറ്റർ ഹിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഫാക്ടർ നോക്കുന്നതുകൊണ്ട് ബാക്കി ടെക്നിക്കൽ സൈഡോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ മിസ് ഔട്ടായി ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ശരിക്കും വന്നിട്ട് സിനിമ കലാരൂപം മാത്രമല്ല, സിനിമ ഒരു ബിസിനസ്സും കൂടിയാണ്. നമ്മൾ അതിനകത്ത് യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് തന്നെ കാണണം. അപ്പോൾ നമ്മൾ സിനിമയെ എന്ത് ചെയ്യാം? ഫിലിം സ്റ്റഡീസിൽ സിനിമയെ നമ്മൾ മൂന്നായിട്ട് വായിക്കും. ഒരു മേജർ ഞാൻ അതിനെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എന്താണ്, ഫിലിം ആസ് ആൻ ഇൻഡസ്ട്രി നിൽക്കുന്നത് അതിൻ്റെ ബോക്സ് ഓഫീസ് ഹീറ്റിലാണ്. അപ്പോൾ അതിനകത്തേക്ക് ബോക്സ് ഓഫീസ് ഹീറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും വരുന്ന ആരാണ്? അതിനെ കച്ചവടത്തിനകത്തേക്ക് മാത്രം സിനിമ ഉണ്ടാക്കുകയും അവിടെയാണ് സ്റ്റാർഡം ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റാർ ആവശ്യമാണ് അവിടെ, അത് ആരായിക്കോട്ടെ. ഒരു സ്റ്റാർസിനെ ഉണ്ടാക്കിയത് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ആദ്യം. ഈ സ്റ്റാർസ് എന്ന് പറയുന്നവരെ വന്നിട്ടുള്ളതിനകത്തേക്ക് അതിലൂടെയാണ് വിൽപ്പന ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ തിരിച്ചറിവ് വന്നപ്പോൾ ഈ സിനിമ ഈ കാലത്തിന് സൈലൻ്റ് സമയത്ത് തൊട്ടിട്ട് സിനിമകളുടെ വളർച്ചയിൽ തന്നെ വന്നിട്ടുള്ളതിനകത്തേക്ക് ഗാബോ സ്പീക്കിംഗ് എന്ന് പറഞ്ഞാണ് ആദ്യമായിട്ട് സൗണ്ട് സിനിമയിൽ കൊണ്ടുവന്നത്. ഗാബോ എന്ന് പറഞ്ഞ നടിയെ അവരുടെ പോസ്റ്റർ അതായിരുന്നു. ഗാബോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈലൻ്റ് ആക്ടറാണ്. ഗാബോ സ്പീക്കിംഗ് അതായിരുന്നു അവരുടെ ഒരു സാധനം. അപ്പം നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ? സിനിമ ആസ് ആൻ ഇൻഡസ്ട്രി ഓക്കെ, അതേ സമയത്ത് സിനിമ ഒരു കലാരൂപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഞങ്ങളൊക്കെ ഫിലിം ഫെസ്റ്റിവലിൽ പോയിരുന്നപ്പോഴത്തേക്കും ആർട്ട് ഫിലിമുകൾ പഠിക്കുമ്പോൾ, ആർട്ട് ഹൗസ് സിനിമകൾ പഠിക്കുമ്പോഴത്തേക്കും മാസ്റ്റേഴ്സിൻ്റെ സിനിമകളിലേക്ക് തർക്കോസ്കിയുടെയോ അല്ലെങ്കിൽ ഫെല്ലിനിയുടെയോ അല്ലെങ്കിൽ വന്നിട്ടുള്ള ബർഗ്മാൻ്റെ സിനിമകളോ അല്ലെങ്കിൽ അന്റോണിയോയുടെ സിനിമകളോ അല്ലെങ്കിൽ റോബർട്ട് ബസൻ്റെ സിനിമകളോ ഒക്കെ നമ്മൾ വന്ന് കാണുമ്പോൾ അത് കൊമേഴ്സ്യൽ. റോബർട്ട് ബസൻ വന്നിട്ട് ഒരിക്കലും ഒരു സ്റ്റാർസിനെ ഉപയോഗിച്ചിരുന്നില്ല. അത് സാധാരണ നോൺ പ്രൊഫഷണൽസിനെ ഉപയോഗിക്കുള്ളൂ. റോബർട്ട് ബസൻ്റെ സിനിമകൾ അത് ഇന്നും മാസ്റ്റർ പീസായിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമകളുണ്ട്. അതേ സമയത്ത് തന്നെ ഐഡിയോളജി സിനിമകളുണ്ടായിരുന്നു. ഐഡിയോളജി പൊളിറ്റിക്സ് പറയാനാണ്. അപ്പോൾ അതിനകത്ത് അവർ ഓഫ് ഫെയർനെസ് ഞാൻ കാണുന്നതിൽ എപ്പോഴും ഞാൻ സംസാരിക്കുന്ന ഒരു ഫിലിം അവർ ഓഫ് ഫെയർനെസ് ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയോളജിക്കൽ ഫിലിം എന്ന് പറഞ്ഞാൽ. കാരണം അത് ലാറ്റിൻ അമേരിക്കൻ പ്രശ്നങ്ങളെ വന്നിട്ട് ആ സമരത്തിനെ വന്നിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ, മനസ്സിലായില്ലേ?
അതിന് വേണ്ടി എടുത്ത ഒരു സിനിമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ എടുത്ത ഒരു സിനിമ തന്നെയാണ് അവർ ഓഫ് ഫർണസ്. അത് അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആസ്തറ്റിക്കൽ നോക്കില്ല, മീൻസ് കാരണം അത് പല ടൈപ്പ് ഫിലിം ഫോർമാറ്റുകളും അല്ലെങ്കിൽ ഫിലിമാണ് കൊടുത്തത്. കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒളിച്ച് സിനിമ ചെയ്തതാണ്, ഒളിച്ച് സിനിമ കടത്തി പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഈ സിനിമ ചെയ്തത്. കാരണം അന്ന് ലാറ്റിൻ അമേരിക്കയിൽ ഒരുപാട് രാജ്യങ്ങളിലുണ്ടായിരുന്ന ഡിക്റ്റേറ്റർഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ സമയത്ത്. അപ്പോൾ അന്ന് അവരുണ്ടാക്കിയ ഒരു സിനിമ ഒന്നായിരുന്നു അവർ ഓഫ് ഫർണസ്. അതിൻ്റെ പൊളിറ്റിക്കലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്നത് അതിൻ്റെ കലാരൂപത്തിനെയല്ല കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്സ്യലി അല്ല നമ്മൾ കാണുന്നത്, അതിനകത്ത് ഐഡിയോളജിയെ കാണും. അതേ സമയത്ത് നോൺ നെറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ വളർന്നിരുന്നു. അത് 1915 ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷം ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്. സിനിമ കഥ പറയാനുള്ള അല്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഒരു കലാകാരന്മാരുണ്ട്. അവരിൽ പെയിൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, ദാദായിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർ വന്ന് ഇറക്കിയ സിനിമകൾക്ക് വന്നിട്ടുള്ളത് നരേറ്റീവ് ഇല്ല, ഒരു കഥയില്ല, കഥേതര സിനിമകൾ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അത് ഇന്നിപ്പം കഴിഞ്ഞ വർഷം 100 വർഷം അപ്പോൾ ദൈവം അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. ജനം കഥ പറയാത്തൊരു സിനിമേനെ ഉണ്ടാക്കിയ അതിന് ഒരുപാട് വാക്താക്കളുണ്ടായിരുന്നു. ഈ നോൺ നരേറ്റീവ് സിനിമ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിനിമ എന്ന് പറയുന്നൊരു വിഭാഗം. നമ്മുടെ ഈ നാട്ടിൽ അത് അധികം വന്നിട്ട് പോപ്പുലറല്ല, പക്ഷേ അമേരിക്കയിലും പോപ്പുലറൊക്കെ. അതിൽ ഒരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വന്നിട്ട് 7 മണിക്കൂർ നിൽക്കുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഒരു ഷോട്ടാണ് മാത്രമാണ് അല്ലേ. സ്വയം മരണം സിനിമ എടുത്തവരുണ്ട്. സ്വയം മരണം. അപ്പോൾ സിനിമയ്ക്ക് ഒരുപാട് മുഖങ്ങളുണ്ട്. അതാണ് സിനിമയുടെ ഏറ്റവും വലിയ കുറോസോ പറഞ്ഞ ഒരു പ്രത്യേകതയുണ്ട്. ശരിക്കും കുറോസോ ഇതിന് ഒരു ഉദാഹരണം പറഞ്ഞു അതിനകത്തേക്ക് എന്ന് പറഞ്ഞാൽ, കുറോസോവിൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ ഒരു കഥ തന്നെ പറഞ്ഞു. അവനടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ സിനിമയെക്കുറിച്ചിട്ട് ഏറ്റവും പറയുമ്പോൾ ഏറ്റവും വലിയൊരു ഉപമ കാണുന്നത് അവൻ്റെ നായക്കുട്ടിയെ കുറിച്ച് എഴുതിയാണ്. അപ്പോൾ നായക്കുട്ടി അവൻ വിചാരിച്ചപ്പോൾ നായക്കുട്ടിയുടെ പല കാലിനെ കുറിച്ചും കണ്ണിനെ കുറിച്ചിട്ടും മറ്റു മൃഗങ്ങളെ പോലെയല്ല ലോകത്തുള്ള എല്ലാ മൃഗങ്ങളോടും അതിനെ താരതമ്യം ചെയ്തു. പക്ഷേ അവൻ നായ ആയതുകൊണ്ട് അവൻ നായയാണ് എന്ന് പറഞ്ഞ പോലെ സിനിമയിൽ വന്നിട്ടുള്ള സംഗീതമുണ്ട്, ശില്പകലയുണ്ട്, മറ്റേ ലൈക്ക് നാടകമുണ്ട്, അങ്ങനെ സിനിമയിൽ എല്ലാ കലകളുമുണ്ട്. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മൾ കാണുമ്പോൾ സിനിമ തന്നെയാണ്. അതാണ് സിനിമയുടെ പ്രത്യേകത. അപ്പം നമ്മൾ സിനിമ ഇന്നതുപോലെ ഇരിക്കണം എന്ന് പറയുമ്പോൾ അത് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അത് ഞാൻ എടുക്കുന്ന എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ ഐഡിയോളജി, ഞാൻ എന്തിനു വേണ്ടി. ഒരു കച്ചവടക്കാരൻ അവൻ സിനിമ എടുക്കുന്നത് കച്ചവടത്തിന് വേണ്ടിയാണ്. അവനെങ്ങനെ നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റും? കച്ചവട സിനിമ വരുമ്പോൾ മാത്രമാണ് അവന് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ഉണ്ടാകുമ്പോഴാണ് ഒരുപാട് പേർക്ക് ജോലി കിട്ടുക. അതിനോടനുബന്ധപ്പെട്ട അത്ര തീർച്ചയായിട്ടും ഇൻഡസ്ട്രി നിലനിൽക്കാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇൻഡസ്ട്രി നിലനിൽക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമ ഉണ്ടാവണം, മൂല്യമുള്ള സിനിമ. അങ്ങനെയായിരുന്നല്ലോ 80s. നമുക്ക് അന്ന് അടൂർ ഗോപാലിൻ്റെയും അരവിന്ദൻ്റെയും നല്ല പടങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതേ സമയത്ത് KG ജോർജിൻ്റെയും ഭരതേട്ടൻ്റെയും പത്മനാഭൻ സാറിൻ്റെയും ഉള്ള ഉണ്ടായിരുന്നില്ലേ? അതേപോലെ പറഞ്ഞോ TV ചന്ദ്രൻ്റെയൊക്കെ സിനിമകൾ ഉണ്ടായിരുന്ന കാലഘട്ടമില്ലേ? അന്ന് തിയേറ്ററിൽ ആളുകൾ കൂടുതൽ എല്ലാ സിനിമയും പോയി കാണുന്ന ഒരു സമയം. ഇന്ന് സെലക്റ്റീവായി ആളുകൾ തിയേറ്ററിൽ പോകുന്ന കുറവാണ്. കാരണം അന്ന് തിയേറ്റർ എന്ന് പറയുന്ന സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോകണം, സിനിമ മാത്രമേ ഉള്ളൂ. ഇന്ന് OTT ഉണ്ട്, പല എന്റർടൈൻമെന്റ്. സിനിമ മാത്രമല്ല, ചലിക്കുന്ന ചിത്രം നമ്മളോട് സംവദിക്കുന്നത് സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനകത്തുള്ളൊരു ടെക്നോളജി, മ്യൂസിക് എല്ലാം കേർത്ത് വരുന്ന ഒരു കാര്യം കൂടെ അത്ഭുത ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവരുന്നതും. അത് സിനിമ എന്താ ചെയ്തിരുന്നത്? നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ നമ്മൾ കാണാത്തവയെ നമുക്ക് കാണിച്ചു തന്നിരുന്നു. അതേപോലെ സംവിധായകൻ അവൻ്റെ കാഴ്ചപ്പാട് കണ്ട ഒരു ലോകത്തെയും നമുക്ക് കാണിച്ചു തന്നിരുന്നു. 2 തരത്തിൽ നമുക്ക് സിനിമ കാണിച്ചു തന്നിരുന്നു. അവൻ ഉണ്ടാക്കുന്ന ഒരു ലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെ നമുക്ക് പരിചയമുള്ള നമ്മുടെ ഈ ലോകത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയവ അവനെടുത്ത് നമ്മളെ ശ്രദ്ധിപ്പിക്കുന്നത് കൊണ്ടുവന്നിരുന്നു. നമ്മൾ നെഗറ്റ് ചെയ്ത ചില കാര്യങ്ങൾ അവനെടുത്തിട്ട് കഥാരൂപത്തിൽ നമ്മളോട് സംവദിക്കുന്നു. അപ്പോൾ അതേപോലെ അതാണ് സിനിമ. അപ്പോൾ ആ സിനിമ ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവന് സംവദിക്കാൻ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് കാലം മാറി, ടെക്നോളജി മാറി, ടെലിവിഷൻ വന്നു. അപ്പോൾ സിനിമ വലിയ ബിഗ് ക്യാൻവാസിലേക്ക് പോയി. കാരണം ഇതിനോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല, കഥ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല. അപ്പോൾ ടെക്നോളജി വളരെ വലുതാക്കി, 70mm അങ്ങനെ സിനിമാസ്കോപ്പ് അങ്ങനത്തെ ഒരു രീതിയിലേക്ക് ഫോർമാറ്റ് മാറി. കാരണം TV-യോട് യുദ്ധം ചെയ്യണ്ടേ? വീട്ടിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് സിനിമ ഡൗൺ ആയി ഹോളിവുഡിൽ. അപ്പോൾ അവർ പുതിയ ഫോർമാറ്റുകൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ സിനിമയിൽ വന്നിട്ടുള്ളതിനകത്ത് ഇപ്പോൾ സെലക്റ്റീവ് ആവാൻ കാര്യം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസിൻ്റെ പ്രശ്നം കൂടിയുണ്ട്. സിനിമ അത്ര ചീപ്പല്ല കാണാൻ.
നല്ല പൈസ വേണം തിയേറ്ററിൽ മറ്റേ. ഇപ്പോൾ ആഴ്ചയിൽ ഒരു 5 സിനിമ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയാൽ മാത്രമേ OTT അല്ലെങ്കിൽ മറ്റ് ബിസിനസ് നടക്കുന്നുള്ളൂ. ഇപ്പൊ അതാണ് അവസ്ഥ. പക്ഷേ ഈ തിയേറ്ററിൽ ഈ 5 സിനിമയും കാണാൻ പ്രേക്ഷകരുടെ പൈസ ഇല്ല. അതാണ് ബേസിക് പ്രശ്നം. ഞാനിപ്പോ പറഞ്ഞല്ലോ, അത് നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിക്കും യഥാർത്ഥത്തിൽ? ചെറിയ സിനിമകൾ ഉണ്ടാക്കാൻ, ചെറിയ സിനിമകൾ കാണാനായിട്ട് നമുക്ക് അത്ര വലിയ കോസ്റ്റ്ലി അല്ലാത്ത തിയേറ്റേഴ്സുകൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ട് അവിടെ. ആർട്ട് ഹൗസ് സിനിമകളുണ്ട്, ആർട്ട് ഹൗസ് സാധനങ്ങളുണ്ട് പുറത്ത്. ആർട്ട് ഹൗസിന് വേണ്ടി മാത്രമുള്ള തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മദ്രാസിൽ ഞങ്ങൾക്ക് അധികം മലയാള സിനിമകൾ കാണാൻ പറ്റില്ല. ഞാൻ മദ്രാസിലായിരുന്നല്ലോ. ഒരുപാട് സിനിമകൾ കാണാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങുന്ന പോലെ എല്ലാ സിനിമയും പറ്റില്ല. അവിടെ ഒരു തിയേറ്റർ മാത്രമേ ഉണ്ടായിരുന്നു ചെന്നൈയിൽ. മദ്രാസ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്നൈനാണ് ഉദ്ദേശിച്ചത്, പഴയ മദ്രാസ്. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ടുള്ള ഒരു തിയേറ്ററിൽ മാത്രം മലയാളം പടം വരും. പിന്നെ അതേപോലെ തന്നെ ഒരു തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് പടം മാത്രം വരുന്നത്. നമ്മുടെ എല്ലാ നാട്ടിലും അങ്ങനെ ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. ആ സിനിമ തിയേറ്റർ അങ്ങനെ വലിയ പോഷൊന്നും ആയിരിക്കില്ല ശരിക്കും. ഇവിടെ മാത്രമായിരുന്നു, ശ്രീധർ മാത്രമായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഒരു തിയേറ്റർ വന്ന് ഒരു സാധാരണ തിയേറ്ററും സാധാരണ ടിക്കറ്റൊക്കെ ഉള്ള ഒരു തിയേറ്റർ അവിടെ ഉണ്ടാവും. അവിടെ വരുന്ന സിനിമകൾ വന്നിട്ടുള്ളതിനകത്തേക്ക് അത് അത്തരം ഒരു ഇംഗ്ലീഷ് സിനിമകളോ അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകൾ മാത്രമാണ് അവിടെ വരിക, അല്ലേ? അങ്ങനെ അതേ സമയത്ത് വന്ന് വളരെ പോഷായിട്ടുള്ള അന്ന് ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഷേണായ്സിലൊന്നും അത്തരം സിനിമ അല്ലെങ്കിൽ വലിയ ബിഗ് സിനിമയായിരിക്കണം, വളരെ വലിയ ബിഗ് സിനിമ സ്കോപ്പൊക്കെയാണ് അവിടെ വന്നിരുന്നത്. ഭയങ്കര ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. ഒരു പിന്നെയുള്ള സിനിമകൾക്ക് വന്നിട്ട് മോർണിംഗ് ഷോ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്കൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ വന്നിട്ടുള്ള അതിന് റീവർക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റാണ്. ഇപ്പോൾ അവരെ നോക്കാൻ നേരത്ത് വന്നിട്ട് പുലിമുരുകനും ഒരേ കാശ്, മറ്റേ സാധാരണമായിട്ട് വന്നിട്ടുള്ളതിനകത്തേക്ക് ചെറിയൊരു ബ്രഹ്മാണ്ടമല്ലാത്ത സാധാരണ രീതിയിൽ എടുത്തിരിക്കുന്നതിനും ഒരു കാശ് വരുമ്പോൾ, ഞാൻ ഒരു എക്കണോമിക് സൈഡിൽ നിന്ന് ഒരു പ്രേക്ഷകൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുമ്പോൾ അതങ്ങനെ വരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാക്സ്, അതാണ് ഗവൺമെൻറ്റിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ചില കാര്യങ്ങളിലുണ്ട്. അത് അങ്ങനെ നമ്മളൊരു വ്യത്യാസം ഉണ്ടാക്കണം ടാക്സിൽ തന്നെ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ മാറ്റം ഉണ്ടാവില്ലേ? തിയേറ്ററിന്റെ ഭാഗത്തു നിന്നും അതിന്റെ സപ്പോർട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു ബൾക്കായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട്സ് കൊടുക്കുക. ഞാൻ പറഞ്ഞ എല്ലാ ബിസിനസ്സിലും അങ്ങനെ ഉണ്ടല്ലോ. ഞാനൊരു ഉപദേശം വന്ന് തിയേറ്ററുകാരനോട് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അവരാണ് അതിൻ്റെ ബിസിനസ് മാനേജ് ചെയ്യേണ്ടത്. നമുക്ക് അതിനകത്തല്ല നമ്മൾ പറയേണ്ടത്. നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഗവൺമെൻറ്റിനോടാണ് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റുന്നത്. മനസ്സിലായോ? ഇൻഡിവിജ്വലിനേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ആരോടാണ് പറയാൻ പറ്റുക? ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാൻ അവകാശമുള്ളൂ. നമ്മുടെ ഭരണകർത്താക്കളോടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വന്നിട്ടുള്ള എന്നും നമുക്ക് പറയാൻ പറ്റുന്നത് അവരോടുള്ളൂ, അല്ലേ? അപ്പോൾ ഞാൻ ആ വശം എനിക്ക് പറയാം. അതിന് മറ്റവൻ്റെ അടുത്ത് പോയി നീ കാശ് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെ ഇടി മേടിക്കാനുള്ള വഴികളൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾ പറയുന്നത്. ഒരു 500 സ്ക്രീനുള്ള തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ രാവിലത്തെ ഷോന് 10 പേരെ ഉണ്ടാവുള്ളൂ. അത് ഷോ കളിക്കുന്നില്ല. പക്ഷെ അവർ ആ 160 രൂപ എന്നുള്ള ഒരു 50 രൂപ ആക്കിയാൽ അങ്ങനെ അത് എനിക്കറിയില്ല. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിന് ശരിക്കും ഇതൊന്നും നമ്മൾ പെട്ടെന്നൊരു ഒറ്റയടിക്ക് പറയേണ്ട, ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ചർച്ചയല്ല, അനലൈസ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ട വിഷയങ്ങളാണ്. പക്ഷേ എപ്പോഴും ഞാൻ പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരം സിനിമകൾക്ക് ഒരു ഡിസ്കൗണ്ട് കൊടുത്താൽ നമ്മൾ പറയുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ് ഉണ്ട്. ഗവൺമെൻറ് കിട്ടേണ്ട കാശ് കിട്ടും. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. അതിന് ബേസിക്കായിട്ടുള്ളൊരു ഒരു ഒരു ഹോൾസെയിൽ ബിസിനസ്. ഞാൻ ഇതിനകത്ത് മാർക്കറ്റിംഗ് പഠിച്ചു പിന്നീട്. അപ്പോൾ അതിനകത്ത് കാണുന്ന പറഞ്ഞാൽ നമ്മളിപ്പോൾ 100 10 രൂപ നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു സാധനം ആകെ 2 പോയുള്ളൂ. മനസ്സിലായോ? നമുക്ക് ആ 10 രൂപ ചാർജ് ചെയ്യുന്നതിനകത്ത് 2 രൂപ ലാഭമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 10 രൂപ 2 പോയി. അപ്പോൾ നമുക്ക് ആകെ 4 രൂപ കിട്ടിയുള്ളൂ. നമ്മൾ 50 പൈസയാണ് നമ്മൾ അതിന് ചാർജ് ചെയ്യുമെങ്കിൽ, അപ്പോൾ അതൊരു 10 പോകും. അപ്പോൾ നമുക്ക് 5 രൂപ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം കിട്ടുന്ന ടാക്സിൽ ഗവൺമെൻറ്റിന് ഇത്തരം സിനിമകളെ വന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് അതിനകത്തേക്ക് ആൾക്കാർ വരുവാണെങ്കിൽ ഈ 10 ടിക്കറ്റിന് നിങ്ങൾ പറഞ്ഞ പോലെ ആ ഷോ ക്യാൻസലായി പോകുന്നതിന് പകരം ചിലപ്പോൾ 50 പേര് കയറിയെന്ന് വരും. ആ 50 പേരിൽ നിന്ന് വന്നിട്ടുള്ളതിനകത്തേക്ക് ഒരു ഡിസ്കൗണ്ട് റേറ്റിലേക്ക് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ കിട്ടുമ്പോഴത്തേക്കും ഇവർക്ക് ഒന്നും കിട്ടാത്തടത്തുനിന്ന് പൈസ കിട്ടും. അവർക്ക് ഒരിക്കലും നഷ്ടം വരുന്നില്ല. നമ്മൾ അത്തരത്തിലൊരു ബുദ്ധിപരമായിട്ടൊരു സ്ട്രാറ്റജി പണിയണം. അതിന് നമ്മൾ അതിൻ്റെ കാരണങ്ങൾ ഞാൻ ഒറ്റയടിക്ക് ഇപ്പോൾ ഒരു ഉത്തരം പറയുന്നത് ശരിയാവുമെന്ന് എനിക്ക് തോന്നണില്ല.
അതിന് ശരിക്കും നമ്മുടെ എക്കണോമിസ്റ്റുകളും ഫിനാൻഷ്യൽ വിസാർട്സുകളും എല്ലാം ഇടുന്നത് അതിനൊരു സിസ്റ്റം കണ്ട് അത് കണ്ടെത്തും. തീർച്ചയായിട്ടും ഇന്നത്തെ AI രീതിയിലേക്ക് നമുക്കിതിനെയൊക്കെ വന്നിട്ട് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. കാരണം ഇത് നമുക്ക് കംപ്ലീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ പഠിച്ചേനെ നമ്മളിപ്പോൾ ഈ പടത്തിനകത്തേക്ക് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് വരാം. ഞങ്ങളുടെ സിനിമ എന്താണെന്ന് പറയാം. അപ്പോൾ ഇതുവരെ ഞാൻ നിങ്ങളുടെ അടുത്ത് ജനറൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഇതങ്ങ് മാറ്റി വയ്ക്കുക. എൻ്റെ സബ്ജക്റ്റ് സംസാരിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറയാം.